മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയും കണ്ണനും അവിടുത്തെ പിറന്നാളാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അവരെ കണ്ണനും തന്നെ ദുർഗ അങ്ങനെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. പിന്നീട് അവർ റൂമിൽ പോയതിന് ശേഷം തങ്ങളുടെ സ്വപ്നങ്ങൾ അവർ രണ്ടുപേരും പങ്കുവെക്കുകയാണ് കേട്ടോ. ഏതായാലും ശരി, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും കണ്ണേട്ട, നമുക്കൊരു കുഞ്ഞ് എന്തായാലും ഉണ്ടാവും, ആ അമ്മ അത്രയ്ക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മഹി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണി ഇങ്ങനെ കരുണയ്ക്ക് ഫോൺ ചെയ്യണം കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. സാരമില്ല ഉണ്ണിയേട്ടാ, അതെല്ലാ കാര്യങ്ങളും സംഭവിക്കും, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിക്കും. മെല്ലെ മെല്ലെയാണ് പണി തുടങ്ങുകയുള്ളൂ. പിന്നീട് അവളുടെ സ്ഥാനത്ത് ഞാനും കണ്ണൻ്റെ സ്ഥാനത്ത് ഉണ്ണിയേട്ടനും നമ്മുടെ കുഞ്ഞ് രാജാവിനെ പോലെ കഴിയും, അത് സത്യമായ കാര്യമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഉണ്ണിയോട് കരുണ അങ്ങനെ പറയാണ്. മുത്തശ്ശിയാണെങ്കിൽ ആ വൈദ്യർക്ക് പിന്നെ വിഷം തന്ന വൈദ്യർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അത്രയും സന്തോഷത്തിലാണ്. ഉണ്ണിയേട്ടൻ ഏതായാലും സന്തോഷത്തോടെ ഇരിക്കുക, അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ അവിടെ വിളിച്ചറിയിക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥനോട് വാമദേവൻ പറയുന്നുണ്ട്, ഇതുവരെ ആരും ചെയ്തിട്ട് ഒരു കാര്യവും നടന്നില്ല, അവളൊരു പെണ്ണായി ഒരുത്തി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അത് നമുക്ക് കാണാം, ഭംഗിയായിട്ട് കാണാമെന്നിങ്ങനെ വാമദേവനോട് മേഘനാഥനും അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. കരുണ ചെയ്ത കാര്യങ്ങളെല്ലാം ഉണ്ണി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം പിന്നീട് ദുർഗയും ഉണ്ണിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഇവൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. സംഭവിക്കും അമ്മേ, എന്തായാലും സംഭവിച്ചിരിക്കും എന്നിങ്ങനെ ഉണ്ണി പറയുകയാണ് കേട്ടോ. അതേസമയം മഹിക്ക് പെട്ടെന്ന് തന്നെ വൊമിറ്റിംഗ് ഉണ്ടാവുകയാണ് കേട്ടോ. അതിനുശേഷം മഹി ഇങ്ങനെ വാഷ് ബേസിൽ പോയിട്ട് ഛർദ്ദിക്കുകയാണ്. അത് കാണുന്ന സമയത്ത് തന്നെ ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ കരുണ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അവളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് ഒന്ന് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടെ തന്നെ കിടക്കട്ടെ, അവളുടെ അവസാനം എനിക്ക് കാണണം എന്നിങ്ങനെ പറയണം കേട്ടോ. ദുർഗയ്ക്ക് ഇങ്ങനെ മഹാലക്ഷ്മി ഇങ്ങനെ ഛർദ്ദിക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതേസമയം പറയുകയാണ്, ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണ് കേട്ടോ, ഉണ്ണിയുടെ അടുത്ത് മോനെ അവൾക്ക് തുടങ്ങി എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം കണ്ണനും മഹിയും കൂടി നടക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണനെ മഹാലക്ഷ്മി ഇങ്ങനെ എടുത്ത് നടത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. തോളി പിടിച്ചിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ പിടിച്ച് നടത്തിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സാരമില്ല കണ്ണേട്ട, എത്ര ഭാരം ഉണ്ടെങ്കിലും ആ ഭാരം ചുമക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം വൈദ്യർ പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരം കണ്ണൻ ഇത്തിരി എഴുന്നേറ്റ് നടത്തിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേസമയം അങ്ങനെ നടത്തിക്കുമ്പോൾ കണ്ണൻ വീഴാൻ പോകുമ്പോൾ മഹി കട്ടിലേക്കും വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ ദുർഗ ഉടനെ തന്നെ കരുണയോട് വിളിച്ച് പറയണം കേട്ടോ, എന്തായാലും മോളെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ കരുണ മുത്തശ്ശിയോടും പ്രതാപനോടും പറയണം കേട്ടോ. അവിടുന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്, പിന്നെ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങി, ഏതായാലും അവളും അവൻ്റെ അവസാനമാണ്, ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് കരുണ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം കരുണ ഫ്രിഡ്ജിൽ വെച്ച പായസം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ഏതായാലും കരുണ പ്രത്യേകം പായസം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് കരുണ കഴിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ മുത്തശ്ശി പറയണം, കഴിക്ക് എൻ്റെ മോൾ എന്തായാലും അത് കഴിക്ക് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ആ പായസം കൊതിച്ച് അത് മുഴുവനും കുടിച്ചു എന്നിങ്ങനെ പറയണം. അവർ രണ്ടുപേരും അത് മുഴുവനും കുടിച്ചു. എന്തായാലും ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് ദുർഗാമ്മ വിളിച്ച് പറഞ്ഞു എന്നിങ്ങനെ പറയണം കേട്ടോ. അവർക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ്.